എന്തൊരു പരിപാടിയാ ഇപ്പം. അത് നാമം ചെല്ലുന്നിടത്ത് വന്നിട്ട് ഇങ്ങനെ വന്നിരിക്കുക. എന്ത് വന്നൊരു പരിപാടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റിക്കർ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഇളക്കുന്നതിൻ്റെയൊക്കെ സ്റ്റിക്കർ കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ ഓർഡർ സൂക്ഷിച്ച് വെച്ചിട്ട് അത് വന്നിട്ട് നമ്മുടെ ആ പട 1, 2, 3 കുറച്ച് രോമമേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ അവിടെ വന്നിട്ട് അത് ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് പയ്യെ വലിച്ചിറക്കിയിട്ട് ആസ്വദിക്കും ഇങ്ങനെ ഇരുന്നിട്ട്. അമ്മ പോയിട്ട് ഇത് ചെയ്യേണ്ട വീറ്റോ മറ്റേ ഇതിന്റെ കാര്യമൊന്നും മേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറൊന്നും പോയി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. യുവിച്ചിട്ടിന്റെ അടുത്ത് അങ്ങ് ഏൽപ്പിച്ചാൽ പോരെ. യുവിച്ചിട്ട് തന്നെ ഇളക്കും അല്ലേ അല്ലേ? ഈ കുഞ്ഞിന് എന്താന്ന് മനസ്സിലായോ? എടി മൊട്ടച്ചിട്ടി മനസ്സിലായോ? പോയി പാപ്പം കഴിക്കച്ചല്ലേ. അമ്മ അവിടെ നിന്ന് വിളിക്കുന്നു. എവിടെ? ഇതോ സൂക്ഷിക്കാനാ? അതുകൊണ്ടാണ് വിളിക്കുന്നു. ചന്തോ ഓടിക്കും ചെല്ലേ. നല്ല കലിതുള്ളി ഇരിക്കുക. കാരണം യുവേനെ കറക്റ്റ് ടൈമിൽ ആഹാരം കഴിക്കാൻ വിട്ടില്ലെങ്കിൽ പിന്നെ കിടന്നിട്ട് ബഹളമാണ്. എന്തെങ്കിലുമൊക്കെ എന്നെ പറ്റി തന്നെയുള്ള കുട്ടികളെന്ന് പറയുന്നതായിരിക്കും. അയ്യോ നേരെ തിരിച്ചായിട്ട്. എന്താടോ ഇപ്പൊ പറയുന്നില്ല ഒന്ന്? അമ്മേ പറിച്ചു കളയാനുള്ള സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? മറ്റേ സ്റ്റിക്കർ. പാപ്പ കഴിച്ചു കഴിഞ്ഞു വെച്ചിട്ടാ അമ്മോ? എന്താടോ ഇങ്ങനെ ഇരിക്കുന്നേ? പ്രത്യേകിച്ച് ചോദിക്കുന്നൊന്നുമില്ല, അങ്ങ് തുടങ്ങി വെച്ചിട്ടാ. ഓ ചേട്ടാ എന്താ വെയിറ്റ് നോക്കാൻ തുടങ്ങി. ഇന്നത്തെ വെയിറ്റ് നോക്കാൻ തുടങ്ങി. എത്രയായി? 15.6. 3 നേരം ഞങ്ങൾ വെയിറ്റ് നോക്കും. 15.6. ആ ഞങ്ങൾ അങ്ങനെ ഒന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാല് ആർക്കിടോക്സിന്റെ ഷൂട്ടിന് ഇന്ന് കൊല്ലത്താണ്. അപ്പൊ ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പം ചോട്ടും ഉണ്ട്. ചോട്ടും വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് കൊല്ലത്താണ് ഷൂട്ട്. അപ്പം രാവിലെ ഇറങ്ങി. ഇപ്പൊ എത്ര? 9:21. അല്ല കൊല്ലത്തെന്ന് പറഞ്ഞപ്പോ ഞാനാണെങ്കിൽ ഒരു വീഡിയോ, ഒരു റീല് കണ്ടിട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലഡു ഉണ്ടാക്കി വിൽക്കുന്ന ഒരു അപ്പൂപ്പന്റെ കട. പറ്റുമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കയറാം തിരിച്ചു വരുമ്പോ. ആ ഒരു അപ്പൂപ്പന്റെ ഒരു കടയാണ്. അങ്ങനല്ല നമ്മൾ പോവുകയാണെങ്കിൽ നമ്മള് അത് കാണിക്കാം കേട്ടോ. ഞാൻ ആ റീല് കണ്ടിട്ടാണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ട് മുതലുള്ളതാണ്. പണ്ട് മുതലുള്ളതാണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ കടയായിട്ടൊന്നും തോന്നില്ല. എന്നിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് സാധാരണ ഇത്രയും രാവിലെ പോയിട്ടുണ്ട് നമ്മള് ഷൂട്ടിന്. എന്നാൽ ഇപ്പൊ പിന്നെ ഉച്ചയ്ക്ക് ശേഷം അങ്ങ് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മഴയും ഇടിയും കോളും ഒക്കെ കൊണ്ട് ഭയങ്കര കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നുണ്ട്. അതെ, കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നുണ്ട്. മാത്രം ഇന്നത്തെ വീട് വേറൊരു രസമുണ്ട്. അത് വീട്ടുകാരനാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തതും. ചോട്ട് കണ്ടായിരുന്നു ഫോട്ടോ പ്യൂർ വൈറ്റില് ഒരു കറക്റ്റ് ഒരു പുറത്തൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു വീട് രസമുണ്ട്. അപ്പൊ ചെന്നിട്ട് നമ്മൾ ഇന്നിപ്പോ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഞങ്ങള് രാവിലെ കഴിച്ചു ഇഡ്ഡലിയും ചമ്മന്തി പിന്നെ ഇഡ്ലിപ്പൊടി വന്നിട്ട് നമ്മള് ഇവിടെ PS4 വാങ്ങിച്ചതായിരുന്നു. ഇഡ്ലിയുടെ പുറത്ത് ഇങ്ങനെ വിതറിയുള്ള പൊടിയൊക്കെ. PS4 എന്ന് പറഞ്ഞാല് തിരുമല, ഇവിടെ നമ്മുടെ തിരുപ്പതി ആന്ധ്രയുടെ അവിടെ ഉള്ള ഒരു കടയുണ്ട്. ഒരു PS4 എന്ന് പറഞ്ഞിട്ട് അവരൊരു ചെയിൻ ഓഫ് ഇതോ ഹോട്ടല് റെസ്റ്റോറന്റുകളുടെ ഇതാണ്. അപ്പൊ അവിടുത്തെ ഫുഡൊക്കെ നല്ലതാണ്, വെജിറ്റേറിയൻ ഫുഡാ. അപ്പൊ അവിടുന്ന് ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള സാധനമില്ലേ ഇഡ്ഡലിപ്പൊടിയും ഇതൊക്കെ, അങ്ങനെ ഈ കാരം വെറൈറ്റീസ് ആണ്. അത് ഒരുപാട് വെറൈറ്റീസ് അവരുണ്ടാക്കി. ഭയങ്കര ഒരു കാരം, സ്വീറ്റ് കാരം, എല്ലാത്തിന്റെ കൂടെ ഒരു മിക്സ് ആണത് മൊത്തം. അല്ല അത് സ്വീറ്റ് കാരം ഒക്കെ വേറെ, കാരപ്പൊടി, ഇഡ്ഡലിപ്പൊടി, പിന്നെ പരിപ്പ് പൊടിയുണ്ട്. ഈ ചോറിനകത്ത് ഇച്ചിരി പരിപ്പ് പൊടിയും നെയ്യും കൂടെ ഇട്ടിട്ട് അത് വേറെ ടേസ്റ്റാണ്. അപ്പൊ അതൊക്കെ സൗത്ത് ഇന്ത്യൻ സംഭവങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ കേരളത്തിൽ അങ്ങനെ എല്ലാരും യൂസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളത് കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ പോയപ്പോ കുറച്ച് മേടിച്ചായിരുന്നു. അതും ചമ്മന്തിയും വെച്ച് ഞങ്ങൾ കഴിച്ചത്.
ഇനിയും പോകുമ്പോ നമ്മള് ആ കട കാണിക്കാം, അവിടുത്തെ വെറൈറ്റീസ് കാണിക്കാം, കൊറേ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി കുറച്ച് സ്ഥലത്ത് പോയായിരുന്നു. അപ്പൊ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം തിരുപ്പതി പോയപ്പം യൂച്ചൂട്ടന്റെ മുടിയും മൊട്ടയടിച്ചായിരുന്നു. നേരത്തെ മൊട്ടയടിച്ചിട്ടുണ്ട്, ഇപ്രാവശ്യം ഒന്നും എടുക്കാൻ പറ്റി. എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഇടാം കേട്ടോ, ഈ പോയേണ്ട കാര്യങ്ങളൊക്കെ. എന്തായാലും ഇപ്പൊ ഇന്ന് ഇതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഷൂട്ട് റിലേറ്റ് ആയിട്ട്. ഇത് ഓൾറെഡി പറഞ്ഞു, ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിയായിരിക്കും ഷൂട്ട്. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെങ്കിൽ കടയിൽ പോവാം. ചോട്ടുവിന്റെ വൈഫ് ഉമ്മയും അച്ചുക്കുട്ടനും ഇവിടെ പാലക്കാട് പോയേക്കോ, അവരുടെ വീട്ടിൽ പോയേക്കോ. അവര് തിരിച്ചു വരുമ്പോ നമ്മൾ അവരെ കാണിക്കാം. അവര് തിരിച്ചു വരുമ്പോ കാണിക്കാം. പിന്നെ വീട്ടില് ഇപ്പം എല്ലാരും പരിചയപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ, അപ്പൊ മക്കളെ കാണിക്കാം. ഓരോരുത്തരായിട്ട് ഞങ്ങളെ കാണിക്കാം. കൊറേ നാളെ കൊണ്ട് വിചാരിക്കുന്ന ഒരു വ്ളോഗ് തുടങ്ങണമെന്ന്. നമ്മള് പണ്ട് ദുബായ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു തീർക്കാം. പണ്ട് ദുബായ് വെച്ചിട്ട് ഇതുപോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ഒരു റൂമിൽ ഇരുന്നിട്ടുള്ള പരിപാടിയും പിന്നെ അവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെണ്ടി തേരാപ്പാര നടക്കുന്നതിന്റെ ഒക്കെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നാട്ടില് പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെ എല്ലാം റിവീൽ ആവണമല്ലോ അല്ലേടാ, അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇങ്ങനെ റിവീലാക്കി എങ്ങനെ കാണിക്കും എന്നുള്ളൊരു ഇത്. പിന്നെ ഇപ്പൊ വിചാരിച്ച് അതൊക്കെ ആലോചിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇപ്പോഴൊന്നും നടക്കത്തില്ല ഒന്നും. പിന്നെ വിചാരിച്ച് എല്ലാം അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, അതിന്റെ വഴിക്ക് പോട്ടെ. പിന്നെ ഇതിനകത്താണെങ്കിൽ മറ്റേതിനകത്തൊക്കെ ആണെങ്കിൽ ആർക്കിടോക്സിലായാലും ഒക്കെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വൃത്തിക്ക് പറ്റുന്ന രീതിയിലെങ്കിലും വൃത്തിക്കൊക്കെ എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇത് പിന്നെ അങ്ങനൊന്നുമില്ല, എങ്ങനെയായാലും നമ്മളങ്ങനെ കട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എടുക്കുക ഇടുക, അതിനകത്ത് വേറെ ഒരു രീതിയിലും മെനക്കെടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് ആ രീതിയിലേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ രീതിയിൽ തന്നെ ആണല്ലോ ഇപ്പൊ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന എല്ലാരും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് പാട്ടും കൂത്തും ഒന്നും കാണത്തുമില്ല, ജസ്റ്റ് അതിന്റെ രീതിയിൽ പോട്ടെ. എന്തായാലും എത്താറായി അല്ലേ, 3 കിലോമീറ്റർ വീടെത്തിയിട്ട് ജസ്റ്റ് വീടിന്റെ കുറച്ച് വിഷ്വൽ ഞങ്ങൾ മറ്റേതിന് വേണ്ടി എടുക്കുന്നതിന്റെ കുറച്ച് ക്ലിംസസ് ഇതിനകത്തും കാണിക്കാം കേട്ടോ. ഓക്കെ ശരി, ഞങ്ങള് സ്ഥലത്തെത്താറായി. 550 മീറ്ററും കൂടെ അല്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ വീടെത്തിയിട്ടുണ്ട്. ഇതാ വീട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങി കാര്യങ്ങൾ ചെയ്തിട്ട് വേറെ സ്പേസ് ഇല്ലല്ലോ. പിന്നെ വീട് ചെയ്യുമ്പോൾ നമുക്ക് വന്ന് കയറുമ്പോൾ ഇനി നമുക്ക് വീട്ടിലെ കോമൺ സ്പേസസിൽ വരുന്ന ഡൈനിങ്, എല്ലാവരും ഷൂട്ട് കഴിഞ്ഞ് തളർന്ന് ഫുഡ് കഴിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഷൂട്ടായിരുന്നു. ചൂട് സാധാരണ പറഞ്ഞില്ലേ നമ്മള് സാധാരണ ഇതിലും ലേറ്റ് ആവും. പ്രത്യേകിച്ച് ഉപ്പൊന്നും വേണ്ട, ഉപ്പൊക്കെ കുറവാണ്, കൂട്ടാനെങ്കിലും സാരമില്ല. അതാ ഇഷ്ടം പോലെ വലിച്ചിറങ്ങുന്നുണ്ട്. ഓക്കെ, സൗണ്ട് കുറക്കട്ടെ. ഒരാളിപ്പോ വണ്ടിയുടെ മുന്നേ ആത്മഹത്യ ചെയ്യാൻ വന്നിട്ട് പോയി. സാധാരണ റോഡ് ക്രോസ് ചെയ്യാൻ ആരെങ്കിലും നടക്കുവാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ പയ്യെ വന്നോണം, അവര് പയ്യെ വരത്തുള്ളൂ. ഇതൊരാള് കണ്ടിട്ട് ഞെട്ടിട്ടൊക്കെ ഒരൊറ്റ ഓട്ടം. ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇപ്പൊ ഒരു എത്ര കിലോമീറ്റർ ഓടി? 10 കിലോമീറ്ററോ? 12 കിലോമീറ്റർ ആയി. മീനു റീലെല്ലാം കണ്ട സംഭവമാണ്, ഒന്ന് പോയി നോക്കട്ടെ. അമ്മച്ചിവീട് ജംഗ്ഷന്റെ അടുത്ത്, അമ്മച്ചിവീട് ജംഗ്ഷന്റെ ആ ഭാഗത്തായിട്ടാണ്. നമുക്ക് കട കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ആ ലിങ്ക് ഇടാം കേട്ടോ, ആ കടയുടെ ആ ലൊക്കേഷന്റെ. അഭിപ്രായവും പറയാം, കഴിച്ചിട്ട് അഭിപ്രായം പറയാം. റീലിലെ പോലെ തന്നെയാണോ എന്ന് അറിയണമല്ലോ. റീലിലെ പോലെ റീലുണ്ടോ? അതെ അതെ, റീല് റിയൽ ആണോ? കൊല്ലം തേവള്ളി കൂടെ ഞങ്ങൾ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് കാണുന്ന വീട്. അപ്പൊ ഗൈസ്, മീനു സ്ഥിരം ഞങ്ങൾക്ക് പണി തരാറുള്ളതാണ്. അത് ഞാൻ ഒറ്റയ്ക്കുള്ളെങ്കിലും ഇവൻ ഉണ്ടെങ്കിലും
ആണോ? ആ അങ്ങനെ എനിക്കുള്ള പേരുദോഷം മാറി കിട്ടി guys. അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടി ഇപ്പൊ എന്നെ അല്ല വീടാന്ന്, പക്ഷെ നീ രാവിലെ പറഞ്ഞായിരുന്നല്ലേ വീടാന്ന് ആ റീലുണ്ട്. ഞാൻ വിചാരിച്ചു എന്നിട്ട് അതിന്റെ താഴെ ഇതിലേതാണ് ലെഫ്റ്റ് സൈഡിൽ ഈ കാറിന്റെ ഈ പാളിയായിരിക്കും. ഈ ഡോറിൽ തട്ടിയാൽ മതി എന്നാ പറഞ്ഞു. ഇതിപ്പോ പ്രോപ്പർ സുമംഗലി ഓഡിറ്റോറിയത്തിന്റെ ഇതാണ് സുമംഗലി ഓഡിറ്റോറിയം കേട്ടോ, അമ്മച്ചൂടി ജംഗ്ഷന്. അതിന് ഓപ്പോസിറ്റ് തന്നെ ഇങ്ങനൊരു കട. ഇവിടെ നിൽക്കുമ്പോ തന്നെ നല്ല മണം. ആ ഡോറയിലെ നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ, അതിലൊന്ന് വിളിച്ച. ഞങ്ങളിപ്പോൾ ഇത്രയും നേരം നോക്കിയിരുന്നു, ഒരു മനുഷ്യരെയും കണ്ടില്ല. ഇവിടെ ഒന്ന് തട്ടുവാണ്. അവരോലും അപ്പുറത്തുണ്ടെങ്കിൽ കാണണ്ട ഇല്ലേ? ഇല്ലേ വേറെ രീതിയിൽ പൂട്ടിയിട്ടേക്കുന്നല്ലേ? ഓ മിക്കവാറും ബേക്കറി കയറി ലഡു വല്ലതും മേടിക്കേണ്ടി വരും. ലഡു കാണുന്നില്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. അല്ല റീലിനകത്ത് വേറെ വല്ല മെൻഷനിങ് ഉണ്ടോ ഇതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട്? അതെ ഡോറൊക്കെ അടച്ചിട്ടേക്കോടാ. ആരും വിളിച്ചിട്ട് ആരും കേൾക്കുന്നുമില്ല. പക്ഷെ മണമുണ്ട്, ഇവള് പറയുന്ന മണമുണ്ടെന്ന്. ഇതല്ല അത് തന്നെ കറക്റ്റ് സ്ഥലത്ത്. നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ? വെറുതെ റീല് കണ്ട് വെള്ളം ഉറക്കം അല്ലാതെ വേറെ വഴിയില്ല. എടുക്കുന്നില്ലേ? ഇപ്പൊ ഇനിയിപ്പോ ഒരു ഉച്ചയ്ക്ക് ഉറക്കമില്ലായിരിക്കും. ഇപ്പൊ സമയം 2:50 കേട്ടോ. ഞങ്ങള് കൊറേ നേരം നിന്നിട്ട് 83 അടിച്ചു നോക്കി, 80 അല്ലേ, 80 അടിച്ചു നോക്കി, 30 അടിച്ചു നോക്കി, രണ്ടിലും കിട്ടുന്നില്ല. താമസം മാറിയോ എന്നൊക്കെ റീലിൽ ആരാണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കമന്റ്സില്. പക്ഷെ ഇല്ലെന്നും പറയുന്നുണ്ട് അല്ലേ? അങ്ങനാണെങ്കിൽ ഓട്ടോക്കാരുടെ ചോദിച്ചപ്പോ ഓട്ടോക്കാര് പറയണ്ടേ മാറിയെന്ന്. ഓട്ടോക്കാരുടെ ഞങ്ങൾ വഴി ചോദിച്ചു, വീഡിയോ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അവിടെ തന്നെ. അപ്പം ആളുണ്ടോ ചോദിച്ചപ്പോ ഉണ്ട്, അവിടെ പൊട്ടി വിളിച്ചാൽ മതി ഡോറിലെന്നാ പറഞ്ഞേ. അല്ല നല്ല മണം. മീനുവിന് എനിക്ക് മണം അടിച്ചില്ല, മീനുവിന് ഭയങ്കര മണം അടിച്ചായിരുന്നു. എന്തായാലും കുറെ കൊതിപ്പിച്ചിട്ട് ഞങ്ങൾ ഇനിയിപ്പം വീട് പിടിക്കുകയാണ്, തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അത് പിന്നെങ്ങാണ് ഇനിയിപ്പോ കൊല്ലം വരുമ്പം നമുക്ക് പിടിക്കാം. ഞങ്ങൾ ഇനിയിപ്പോ വല്ല പാട്ടോ വല്ലതും വെച്ചോണ്ട് പോട്ടെ. ശരി, അങ്ങനെ ഞങ്ങള് വീട്ടിൽ വന്നു സുഹൃത്തുക്കളെ. വന്നു യാത്ര കഴിഞ്ഞെത്തി, ഞാൻ ഉറക്കം കഴിഞ്ഞു. നന്ദുളിയൻ വന്നിട്ടുണ്ട്. നന്ദുളിയൻ കോളിംബിലൊക്കെ കേടായിട്ട് വർഷങ്ങളായി. ഞങ്ങള് മണി അടിച്ചാണ് ഞങ്ങളിപ്പം ആ പ്രാചീന രീതിയിലാണ് ഞങ്ങളിപ്പോ എല്ലാം ചെയ്യുന്നത്. എന്നാ അടിച്ച ഇത് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തുറന്നോളൂ. ആ പിന്നെ നന്ദുവിനെ കാണിച്ചു തരാം. ഇതാണ് എന്റെ ഒരേ ഒരു അളിയൻ തിണ്ടി.
പഞ്ചാബി വെച്ചില്ല രമണന്റെ കൂട്ടിരിക്കും. പക്ഷെ അവനാ മറ്റേ അതേ കോസ്റ്റ്യൂം ഒക്കെ പഞ്ചാബ് ദിവസത്തിനകത്ത് രമണനല്ല, എനിക്ക് തോന്നുന്നു മറ്റേ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇല്ല മല്ലു സിംഗിനകത്ത് ബിജു മേനൻ ഇട്ട് എടുക്കുന്ന നടക്കുന്ന ഡ്രസ് ഇല്ലേ, വന്നേ വെട്ടൊന്നും കാണിച്ചേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പഞ്ചാബി സ്റ്റൈൽ തല കിട്ടുന്ന സാധനം ഇല്ല, അതുകൊണ്ട് തൊപ്പി. അത് ഇപ്പം തിരുപ്പതി പോയിട്ട് മുട്ട അടിച്ചു ഇല്ലയോ? തിരുപ്പതി പോയിട്ട് അളിയനും യൂച്ചുട്ടനും കൂടെ മുട്ട അടിച്ചു. ഇവിടുത്തെ നമ്മൾ ആ വേണ്ടാതെ വെച്ചേക്കുന്ന മാങ്ങയില്ലേ, അത് കുറച്ച് ഇവര് കൊടുത്തു വിടും. യാതൊരു മായവും കലരാത്ത പറമ്പിലുണ്ടായ കിളിച്ചുണ്ടൻ മാങ്ങ. കിളിച്ചുണ്ട്. അത് മറ്റേ നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, ആ അത് നല്ല സ്മൂത്താടാ. കട്ടൻ ചായ തലവേന. ആ കടി ഞാൻ തരുന്നുണ്ട്. വാടാ. ബ്രെഡ് ടോസ്റ്റേ ഉള്ളൂ. എന്തോ ബാ ശരി, അത് കുഴപ്പമില്ല, അത് ഇട്ട് തരാം. ഇട്ട് തരാം, ഇങ്ങോട്ട് വാ. ജയിച്ചിട്ടാ കാണിച്ച ബ്രെഡാ ഇപ്പൊ കാണിക്കുന്ന. അതത് വെച്ച് തരാം കേട്ടോ. ഭയങ്കരമായിട്ട് നഖം തൊണ്ട വളർന്നിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോ നെയില് കട്ട് ചെയ്യാറായി. ഇവിടെ മുറിച്ചും വെച്ചു. മുഖത്ത് വേണ്ട അള്ളി വെച്ചേക്കുന്നു. ഇങ്ങോട്ട് നോക്കിയേ, നോക്കട്ടെ. ഇപ്പുറം കാണിച്ചേ, ഇങ്ങോട്ട് കാണിച്ചേ, ഇപ്പുറം കാണിക്കടാ. അള്ളിപ്പറിച്ച് വെച്ചേക്കും. ആ അതേണ്ട, ഇന്നലെ യൂച്ചൂട്ടന് അടിച്ചു വിട്ട ബോള് തോണ്ട കിടക്കുന്നു. അമ്മ ഞെക്കി പുളുത്തി കൊന്നോണ്ടാണോ തലയിലെ കുരു നോക്കുന്നത്? എവിടാ ഒരു വേറെ എന്തെങ്കിലും വൈൽഡ് ആനിമൽസ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലേ? വൈൽഡ് ആനിമൽസ് ഒന്നും ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതെന്താ? അതെന്താ? തലയിലാണോ വൈൽഡ് ആനിമൽസ് വരുന്നത്? എന്റെ തല ഇതിന്റെ കൂട്ടത്തിൽ എന്തോ സൗണ്ടും കൂടെ. ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വന്നാണോ മീനു? റെസ്റ്റ് എടുക്കാൻ വന്നിട്ട് അയ്യോ, വലിയ പാറക്കല്ല് പോലത്തെ കുരുവൊക്കെ അല്ലേ? ചോദിച്ചിട്ടാ ഉണ്ടോടി ഒത്തിരി? ആണോ? ഇപ്പൊ എന്തോ ചെയ്യും അത്? അതിന് വല്ല എന്തോ മരുന്നുണ്ടോന്ന് നോക്കണം. എൻ്റെ ഒരു മരുന്നുമില്ല. എൻ്റെ കയ്യിൽ എന്താ മരുന്നാ? ആണോ? എന്നാലും ഇത്രയും കുരു കണ്ടുപിടിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? കാര്യമായിട്ട് പറയോ? ഇപ്പൊ മുടിയൊക്കെ എന്റെ നെഞ്ച് എടാ കിടക്കുന്ന എല്ലാരും ഒന്ന് കാണും. അത് ശ്വാസം ഇതെന്തോ ഇതിന് ഇതുവരെ അല്ല ഇടയ്ക്ക് നോക്കി
നോസ് കിസ് നോസ് കിസ്. എന്തൊരു സ്നാപ്പാണ്. എന്ത് വെച്ചിട്ടാ? എന്ത് സാധന ഇങ്ങനെ യുവിച്ചുട്ടും മരിച്ചതാണോ? വാവ്, ഇരുന്ന് സൂപ്പർ യുവിച്ചിട്ടാ. നന്നായിട്ട് വരച്ചിട്ടുണ്ട്. കറക്റ്റ് വെളിയിലൊന്നും പോയിട്ടില്ലല്ലോ. സൂപ്പറായിട്ട് വരച്ചിട്ടുണ്ട്. ഗ്രേ കളർ മാത്രം അത്ര തെളിഞ്ഞിട്ടില്ല അല്ലയോ? ഗ്രേ കളർ എന്ത് കുഞ്ഞിന്റെ മുഖത്തിരിക്കുന്നത്? തെളിയാത്ത ഗ്രേയോ? എന്ത് അടി മുഖത്തിരിക്കുന്നത്? തെളിയാത്ത ഗ്രേയോ? ആ ലൈക്ക് എടുത്ത് അകത്തിടാം. അത് വളരെ ലൈറ്റ്. അത് ചില ക്രയോൺസ് അത്ര ഇതായിട്ട് തെളിയത്തില്ല. പക്ഷെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ആ ഇപ്പുറത്തും വരച്ചോ? ഇല്ല, വരയ്ക്കണം. ഇതാണെങ്കിൽ എളുപ്പമാണോ? ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ബ്ലൂ കളർ ആയതുകൊണ്ടാണോ എളുപ്പം എന്ന് പറയുന്നത്? അല്ല, പിന്നെ മൊത്തം ബ്ലൂ ആയുണ്ട്. ആ മൊത്തം ഈ ഗ്രേ ഒന്നുമില്ല. ആകെ അതിന്റെ ബീക്കിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ഗ്രേ അല്ലേ? ഇല്ലേ? അത് അടിക്കുന്നത്, അത് ചുമ്മാ വെച്ചേക്കുന്നേ. ഞാൻ ഗ്രീൻ അടിക്കാം. ചുണ്ടത്തോ? ഗ്രീൻ കളറല്ലേ ബീ കൊണ്ടോടി? ഫെദർ ഉണ്ട്. ഗ്രീൻ കളറിലേക്ക് ബീ ഉണ്ടാക്കി. ആ റെഡ് കളർ ഉണ്ട്. റെഡ് കളർ കണ്ടിട്ടുണ്ട്. ഗ്രീൻ കളർ അത് കണ്ടിട്ടില്ല, അറിയില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള അടിച്ചോ.